എന്താണ്? ഞങ്ങൾ പോകാം. പേഴ്സണലായിട്ട് ഡോക്ടറെ കോൺടാക്ട് ചെയ്തോ? ഞങ്ങൾ പോകാം. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരല്ലേ? നിങ്ങൾ ഇവിടെ വെറുതെ വന്ന് നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞു വിടത്തില്ല. അല്ലല്ല, നിങ്ങൾ ഇവിടെ വെറുതെ വന്ന് നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞു വിടേണ്ട കാര്യമില്ല. നിങ്ങൾ അജിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ വിട്ടേ പറ്റൂ. ഞങ്ങളുടെ കാര്യം പറഞ്ഞു. അവർ ആരോഗ്യസ്ഥിതി മോശമാണ്, ഞങ്ങൾ പ്രതിഷേധിക്കത്തില്ല എന്ന് പറഞ്ഞു. അജിറ്റേറ്റ് അവരുടെ ആരോഗ്യസ്ഥിതി മോശമാണെങ്കിൽ ഞങ്ങൾ പ്രതിഷേധിക്കത്തില്ല വ്യക്തമായി ഞങ്ങൾ പറയുന്നു. സാറേ, ഞാൻ ഇപ്പോഴും എന്റെ ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഞങ്ങളുടെ BJPയുടെ ഒരു ക്വസ്റ്റ്യൻ, ആരോഗ്യമന്ത്രിയുടെ സ്ഥിതി എങ്ങനെയുണ്ട് ഇപ്പോൾ? നമ്മളല്ല പറയണ്ടേ, ഡോക്ടർ പറയും. ശരി, ഡോക്ടർ നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. പിന്നെ ഞങ്ങൾക്കും ജനാധിപത്യ സമിതി പ്രതിഷേധിക്കാൻ അവകാശം പ്രതിഷേധിക്കാൻ അല്ല ഞങ്ങൾ പറഞ്ഞത് ഇപ്പോൾ അതിനുള്ള സമയമല്ല. നിങ്ങൾ പിരിഞ്ഞു പോകണം. പക്ഷേ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് പ്രതിഷേധിക്കാനാണ്. ഞാൻ ചോദിച്ചോട്ടെ സാർ, ഒന്നുകൂടെ ചോദിക്കാം. അവരുടെ ആര് ശാരീരിക വ്യക്തമാക്കാൻ എന്താണ് ഒരു ബുദ്ധിമുട്ട് നമുക്കുള്ളത്? ഞങ്ങൾ പൊതുപ്രവർത്തകർ, ഒരു ഇന്ത്യൻ പൗരനല്ലേ? ഞങ്ങൾക്ക് വേറെ പരിഗണന. ഞങ്ങൾ പൗരന്മാരാണ്. ഞങ്ങൾ ആ അവകാശം, ഒരു പൗരാവകാശം കൊണ്ടിരിക്കും. കേരളത്തിന്റെ ആരോഗ്യമന്ത്രിക്ക് എന്താണ് ഇപ്പൊ പ്രശ്നം? അവർ ശാരീരിക എന്താണ്? ഞങ്ങൾക്കറിയത്തില്ല, ഞങ്ങൾ പറയാനും പറ്റില്ല. ഇത്രയും സെക്യൂരിറ്റി ഉറപ്പാക്കുന്നത് അത് നാണക്കേടല്ലേ സാർ? അത് കുഴപ്പമില്ല. അല്ല സാറേ, ഞങ്ങളുടെ ഈ ഒരു മറുപടി പറഞ്ഞില്ല, ഇവർ ഒരു പ്രശ്നം ഒഴിവാവുകയാണ്, ഒരു പ്രതിഷേധം ഒഴിവാവുകയാണ്. പക്ഷെ ആ ഉത്തരം സാർ തരുന്നില്ല, അല്ലെങ്കിൽ ഉത്തരത്തോട് ഹോസ്പിറ്റലിൽ നിന്നിട്ട് അവർ കിടക്കുന്നത് നമ്മൾ 10 അടി അകലത്തിൽ നിന്നിട്ട് അവർക്ക് എങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ എന്താ ചെയ്യുക? സാറ് സാധാരണ സൂപ്രണ്ടെ വിളിച്ച് ചോദിച്ചാൽ, ചികിത്സ ഡോക്ടറെ വിളിച്ച് ചോദിച്ചാൽ അറിയാൻ എന്താണ് അവരുടെ അസുഖം അറിയാൻ പറ്റും. ഓക്കെ, അവരുടെ സ്ഥിതി മോശമാണെങ്കിൽ പിരിഞ്ഞു പോകാം. ഞങ്ങൾ പിരിഞ്ഞു പോകാം. അവർ ആരോഗ്യമന്ത്രിയുടെ ശാരീരിക സ്ഥിതി ആരോഗ്യം മോശമാണെങ്കിൽ ഞങ്ങൾ പിരിഞ്ഞു പോകാം. ഇത് ഉറപ്പാണ്. ഇത് ഭാരതീയ ജനതാ പാർട്ടി പറഞ്ഞ ഉറപ്പാണ്, പിരിഞ്ഞു പോകാം. പക്ഷേ അവർക്ക് അസുഖങ്ങളില്ല, ഞങ്ങൾക്ക് പ്രതിഷേധിക്കാൻ ഒരു പ്രശ്നം പരിഹരിക്കുമ്പോൾ അതിൽ വ്യക്തത വേണമല്ലോ. ഞങ്ങളെ മാത്രം നിയമം ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ തകർക്കാൻ ശ്രമിക്കുക, അങ്ങനത്തെ ശ്രമം ഉണ്ടാവില്ല. ധനകാര്യമന്ത്രി എന്താ ഇവിടെ ചെയ്തതെന്ന് സാർ കണ്ടില്ലേ? അയാളടുത്ത് നമ്മൾ പോയിട്ടില്ല. അയാളെന്താ കാണിച്ചത്? കോട്ടയത്ത് കെട്ടിടം വേണമെന്ന് ഒരാൾ മരിച്ചു. ഇതാണ് കൊട്ടാരക്കരയിൽ വീഴും, ഉറപ്പാ, സംശയമില്ല. മെഡിക്കൽ കോളേജ് ഒരു പറഞ്ഞില്ല, ഇവിടെ ട്രോളിയില്ല.